ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന L2 എമ്പുരാൻ വരുന്ന മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. പാൻ-ഇന്ത്യൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് 1.5 മാസങ്ങൾക്ക് മുന്നേ ഇപ്പോഴത്തെ സിനിമയുടെ കാസ്റ്റിനെ പരിചയപ്പെടുത്തുന്ന അപ്ഡേറ്റുകൾ ഇന്ന് മുതൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. 36 സിനിമയിലെ ക്യാരക്ടേഴ്സിനെയാണ് ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പരിചയപ്പെടുത്തുന്നത്. അതിൽ 36ാമത്തെ ക്യാരക്ടറിനെയാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജെയ്സ് ജോസ് അവതരിപ്പിക്കുന്ന സേവർ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോ ആണ് ഇന്ന് രാവിലെ 10 മണിക്ക് പുറത്തു വന്നെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെ ശിവദ അവതരിപ്പിക്കുന്ന ശ്രീലേഖ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററും ഒപ്പം തന്നെ വീഡിയോ കണ്ടന്റുമാണ് പുറത്തു വന്നിരിക്കുന്നത്. 15 ദിവസങ്ങളിലായി ഓരോ ദിവസവും 2 ക്യാരക്ടേഴ്സിനെ വീതമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പരിചയപ്പെടുത്തുന്നത്. അടുത്ത ക്യാരക്ടർ പോസ്റ്റർ നാളെ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പുറത്തു വരുന്നതാണ്. അടുത്ത ക്യാരക്ടർ ആരാണ് എന്നറിയാനായിട്ട് കാത്തിരിക്കാം. ഇനി എമ്പുരാന്റെ FTFS-മായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇനിയും സിനിമയുടെ ആദ്യ പ്രദർശനം മാർച്ച് 27 രാവിലെ എത്ര മണിക്ക് ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും സിനിമയുടെ ഫാൻ ഷോ ചാർട്ടിങ്ങും ബുക്കിംഗും എല്ലാം തന്നെ വളരെ വേഗതയിൽ മികച്ച രീതിയിൽ നടക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 120 ഫാൻ ഷോസ് ആണ് കേരളത്തിൽ എമ്പുരാൻ്റെതായി ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എണ്ണം അടുത്ത ദിവസങ്ങളിൽ വലിയ തോതിൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കാം എമ്പുരാന്റെ അടുത്ത വാർത്തകൾക്ക്. തുടരും സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ മെയ് 15 നിലവിൽ തിയേറ്ററുകളിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ആ റിലീസ് തീയതി സിനിമ ലോക്കാക്കുകയാണെങ്കിൽ 1.5 മാസങ്ങൾക്കിടയിൽ 2 ലാലേട്ടൻ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു പ്രത്യേകതയുണ്ട്. ഒപ്പം ലാലേട്ടന്റെ ജന്മദിനത്തിന് ഒരാഴ്ച മുന്നേ ആയിരിക്കും തുടരും തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതിനോടകം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ 3 മാസങ്ങൾ ബാക്കി നിൽക്കവേ സിനിമയുടെ OTT സാറ്റലൈറ്റ് വിൽപ്പനയെല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണ്. ഏഷ്യനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ തുടരുമെന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്.